ഇപ്പോൾ ഉള്ള ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മണിക്കൂറിനുള്ളിൽ ചിലപ്പോൾ പോപ്പുലറാവും. അദ്ദേഹം അത് കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അയാൾ പറഞ്ഞ കണ്ട മ്യൂസിക്കാർക്ക് പാടാൻ പറ്റിയ വേദിയല്ലേ ഇത്. ഇപ്പം ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ വലിയ ഹോർഡിങ് കണ്ടു മുകളിൽ മാജിക് മഷ്റൂമിൻ്റെ. അപ്പോൾ അതിലിങ്ങനെ ഞാൻ നിൽപ്പുണ്ട് സെൻറ്ററിൽ. ഞങ്ങളെല്ലാവരും നടന്നിട്ടുണ്ട് ചാൻസ് വെച്ചിട്ട്. ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു ഫോട്ടോ കാസറ്റിൻ്റെ കവറിൽ വരാൻ വേണ്ടിയിട്ട് ഞാൻ ദൂരം ആൾക്കാർ പുറപ്പെടുന്നുണ്ട്. മാജിക് മഷ്റൂം സിനിമയുടെ വിശേഷങ്ങളുമായിട്ട് കൂടെ സംവിധായകൻ നാദൃശാൻ വിഷ്ണു ഉണ്ണികൃഷ്ണനാണ് കൂടെ ഉള്ളത്. വെൽക്കം. നമസ്കാരം. ഇപ്പം റിലീസിൻ്റെ തിരക്കിലൊക്കെ ആണെന്ന് അറിയാം, അതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. സോ എന്തായിരിക്കും മാജിക് മഷ്റൂമിൽ നിന്ന് ഇപ്പം ഒരു നാദൃശ സിനിമ എന്ന് പറയുമ്പോൾ തന്നെ ഓഡിയൻസ് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ജോണറുണ്ട്, ഒരു കോമഡി, ഒരു ഫുൾ ഓൺ കോമഡി എൻ്റർടൈനർ എന്നുള്ളൊരു എക്സ്പെക്ടേഷൻ ഉണ്ടാവുമല്ലോ. അപ്പോൾ എന്തായിരിക്കും മാജിക് മഷ്റൂം പ്രേക്ഷകർക്ക് കൊടുക്കാൻ പോകുന്നത്? ആ എക്സ്പെക്റ്റേഷൻ തന്നെ ആയിരിക്കും മിക്കവാറും. നമ്മളുടെ സിനിമ എന്ന് പറയുന്നത് നമ്മളുടെ പ്രത്യേകിച്ച് വിഷ്ണുവും കൂടി ഞാൻ ചേർന്നിട്ടുള്ള സിനിമ എന്ന് പറയുമ്പോൾ ഒരു ഹ്യൂമർ ടച്ചുള്ള സിനിമയല്ലേ, അത് ഉണ്ടെന്നാണ് വിശ്വാസം. ഇപ്പോൾ ഇതിൻ്റെ റിലീസിനോട് അടുപ്പിച്ച് തന്നെ കഴിഞ്ഞ ദിവസം ഒരു ടീസർ വീണ്ടും ഇറങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ. അത് കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് തോന്നി ഇപ്പം റീസെൻ്റായിട്ട് ഇപ്പോൾ ഷൂട്ട് ചെയ്തതാണോ എന്നുള്ളൊരു ഡൗട്ട് വരെ തോന്നിയിട്ടുണ്ടായിരുന്നു. അത് മുൻകൂട്ടി കണ്ടു തന്നെ ചെയ്തു വെച്ചതാണോ സിനിമയിൽ? അല്ല, അതൊരു എന്താ പറയുക, ആക്സിഡൻ്റലി അങ്ങനെ ചില സിനിമകളിൽ സംഭവിക്കുന്നില്ല. ഇപ്പോൾ നമ്മളുടെ സിനിമയിൽ അങ്ങനത്തുള്ള സീക്വൻസ് ഉണ്ട്. ആ സീൻ ഷൂട്ട് ചെയ്ത് വെച്ചേക്കുന്നത് 2 മാസം കഴിഞ്ഞതിൻ്റെ ബാക്കി പരിപാടികളൊക്കെ ഷൂട്ടിങ് കഴിഞ്ഞിട്ട് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നു. അതിനിടയ്ക്ക് ഈ ഇഷ്യൂസ് നടക്കുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട വിഷ്വൽസും കാര്യങ്ങളും വെച്ചിട്ട് ഡയലോഗ്സും നമ്മുടെ പടത്തിൽ എന്തോ അവിചാരിതമായിട്ട് ഉണ്ടായിരുന്നു, അത് കട്ട് ചെയ്തിട്ടാണ്. ആദ്യം ഇറങ്ങിയ ടീസർ കുറച്ചാൾ മുമ്പാണല്ലോ, അതിലുണ്ട് സെയിം ഷോട്ടൊക്കെ ഉണ്ട്. അത് തന്നെ. പക്ഷെ വീണ്ടും ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവർക്കും അതായിരുന്നു ഒരു ഡൗട്ട്, ഇത് എങ്ങനെ ഇത്ര കറക്റ്റായിട്ട് ഇപ്പം തന്നെ വരുന്നു എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടല്ലോ, അതായിരുന്നു വന്നത്. ഇല്ലുമിനാട്ടിയാണോ കമൻറ്റ്? അല്ല, അതങ്ങനെ ഇപ്പോൾ ഞങ്ങളുടെ അമരപ്പുറം തോണി എന്ന് പറയുന്ന സിനിമ എൻ്റെ ക്ലൈമാക്സിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ ഒരു 3-4 പടം ഇറങ്ങിയ ഒരു 3-4 മാസത്തിന് ശേഷം പെരുമ്പാവൂർ എന്ന് പറയുന്ന അതേ സ്ഥലത്ത് സംഭവിച്ചില്ലേ. മുൻകൂട്ടി കാണുന്ന സംവിധായകനാണെന്ന് തോന്നുന്നല്ലേ? അങ്ങനെയല്ല, അത് ഇവരെ എഴുതി വെച്ചേക്കുന്ന അനുസരിച്ചിട്ടല്ല നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. ഈ പടത്തിലാണെങ്കിലും റൈറ്റർ എഴുതി വെച്ചേക്കുന്നത് നമ്മൾ ഷൂട്ട് ചെയ്യുന്നു. അപ്പോൾ ഇവരത് നേരത്തെ കണ്ടിട്ടുണ്ടെന്ന് അറിയാം. ഇനി ഇവരാണത് ചെയ്യിച്ചേക്കണെന്ന് പറയാൻ പാടില്ല. അയ്യോ. അപ്പം നിങ്ങൾ തമ്മിലുള്ള ഈ ഒരു കോംബോനെ പറ്റി പറഞ്ഞല്ലോ. അപ്പോൾ ഒരു റൈറ്റർ ഡയറക്ടർ കോംബോയും ഒരു ആക്ടർ ഡയറക്ടർ കോംബോയും എങ്ങനെയായിരിക്കും അത് ഡിഫറൻഷിയേറ്റ് ചെയ്ത് പറയാൻ പറ്റുക? അങ്ങനെ തരംതിരിച്ച് കാണാനൊന്നും അറിയാൻ പാടില്ല ആക്ച്വലി. ഇപ്പം ഞങ്ങൾ റൈറ്റർ ഡയറക്ടർ കോമ്പോ എന്ന് പറയുമ്പോൾ അമരപ്പുറം തോണിയിൽ ആണ് ഞങ്ങൾ ആദ്യമായിട്ട് ഒരുമിച്ച് സിനിമയിലേക്ക് വരുന്നത്. ആക്ച്വലി ഇപ്പോൾ ഇക്കയുടെയും ആദ്യ സിനിമയാണ് ആസ് എ ഡയറക്ടർ, ഞങ്ങളുടെ ആദ്യ സിനിമയാണ് ആസ് റൈറ്റേഴ്സ്. അപ്പോൾ അന്ന് തുടങ്ങി. അപ്പോൾ ഞങ്ങൾ അതിനു മുൻപ് വേറൊരു എക്സ്പീരിയൻസ് ഇല്ല നമുക്ക് 2 കൂട്ടർക്കും. അപ്പോൾ എല്ലാ കാര്യത്തിലും ഒരുമിച്ച് ഉണ്ടായിരുന്നു ഞങ്ങൾ അന്ന് മുതൽ. അപ്പോൾ ആ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിൽ ഞങ്ങൾ ഒരുമിച്ച് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം ഇപ്പോൾ പിന്നീട് ഞങ്ങൾ വേറെ ഡയറക്ടർക്ക് വേണ്ടി പടം എഴുതിയിട്ടുണ്ട്. ഞങ്ങൾ തന്നെ ഒരു പടം ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇക്ക വേറെ ഒരുപാട് മറ്റ് റൈറ്റേഴ്സിൻ്റെ കൂടെ ആക്ടേഴ്സിൻ്റെ കൂടെ ഒക്കെ വർക്ക് ചെയ്തു. അതിന് ശേഷം പിന്നീട് ഇപ്പോൾ 10 വർഷത്തിന് ശേഷമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഒരുമിച്ച് പിന്നെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്ക്രിപ്റ്റ് വേറെ ആളാണ്, ആകാശ് ദേവ് എന്ന് പറഞ്ഞ ഒരു പുതിയ ആൾ. അയാളെയും ഇക്ക ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്, പുതുതായിട്ട് സിനിമയിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ അതിൻ്റെ പ്രീ പ്രൊഡക്ഷൻ വർക്കിലൊക്കെ സ്ക്രിപ്റ്റിൽ ഞങ്ങൾ പണ്ട് ഇക്കയായിട്ട് അമരപ്പുറം തോണിക്ക് ഇരുന്ന പോലെ ഈ സിനിമയുടെയും പ്രീ വർക്കിൽ ഞാനും ഇക്കയും ആകാശവും എല്ലാവരും കൂടി ഇരുന്നുണ്ട്, എഡീസും എല്ലാവരും കൂടി. ഞങ്ങളുടെ ആദ്യത്തെ സിനിമ പോലെ തന്നെയാണ് ഞങ്ങൾ ഇതിന് കണ്ടേക്കുന്നത്. ഇപ്പോൾ ഫസ്റ്റ് സിനിമ സംഭവിച്ചല്ലേ, അതേപോലെ തന്നെ പണിയെടുത്ത സിനിമയാണത്. കാരണം അല്ലാതെ കുറേ സിനിമകളുടെ എണ്ണം കൂടിയിട്ടുണ്ടായിരുന്നു. ഇത്ര വർഷത്തിനിടയ്ക്ക് ഇത്ര സിനിമ ചെയ്തു. എനിക്കാണ് 10 വർഷത്തിനിടയ്ക്ക് ഞാൻ തന്നെ ഒരു 7 സിനിമ നമ്മളുടെ തന്നെ ചെയ്തു. വിഷ്ണു കുറേ സിനിമകൾ ഇതുപോലെ എൻ്റെ പിന്നിൽ പോയി. പക്ഷേ നമുക്ക് ഓരോ സിനിമ ചെയ്യുമ്പോഴും നമ്മൾ ആദ്യത്തെ സിനിമയാണ് അങ്ങനെ കണ്ട് ചെയ്യുന്നതാണ്. അതിൻ്റെ ടെൻഷനും കാര്യങ്ങളൊക്കെ എപ്പോഴും ഉണ്ട്. വിഷ്ണു ഒരു ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ട് മുതൽ തന്നെ സിനിമയിലുണ്ട്. അവിടുന്ന് ഇപ്പം ഇതിൻ്റെ ഇവൻറ്റിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പലരും ഇപ്പോഴും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് കട്ടപ്പനയിലെ ഹൃതിക് റോഷൻ എന്ന് പറഞ്ഞിട്ട് തന്നെയാണ്. അത് കേൾക്കുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം എങ്ങനെയായിരിക്കും? അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. കാരണം നമ്മൾ എഴുതിയതും കൂടിയാണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക, അതിന് അപ്രീസിയേഷൻ കിട്ടുക എന്ന് പറയുന്നത്
അത് അംഗീകരിക്കുക എന്ന് പറയുന്നത് ഒരു സംഭവമല്ലേ. ഇപ്പോഴും അതിലെ ഡയലോഗ്സ് ഒക്കെ പല ആൾക്കാരും ഇങ്ങനെ പറയുന്നുണ്ട്. അതിങ്ങനെ, അതായത് കുറച്ച് വർഷങ്ങളായി സിനിമ ഇറങ്ങിയിട്ട് അതിനുശേഷം പല ട്രെൻഡുകളും വന്നു, എങ്കിലും അതിലെ ഡയലോഗ് ഇപ്പോഴും ആൾക്കാർ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കേൾക്കുന്നുണ്ട്. അപ്പോൾ എഴുതിയ സാധനം വീണ്ടും വീണ്ടും അങ്ങനെ കേൾക്കുമ്പം എങ്ങനെയൊക്കെ ആയിരിക്കും? അങ്ങനെ നമുക്ക് അതാ പറഞ്ഞ അത് പ്രൗഡ് മൊമെൻ്റ് ആണ്. അത് ഇടയ്ക്കിടയ്ക്ക് അത് ആ ഫീല് കിട്ടാൻ സാഹചര്യങ്ങൾ ഉണ്ടാവുന്നു എന്നുള്ള ഭയങ്കര സന്തോഷമുള്ള കാര്യം. അപ്പോൾ എനിക്കാണെങ്കിലും ബിബിനാണെങ്കിലും. അതുപോലെ തന്നെയാണ് ഈ അമർ അക്ബർ അന്തോണിയിലെ ഈ പുതിയ മുഖം എന്നുള്ള സാധനം, ആ ഒരു പാട്ട് പലരും ഇപ്പോഴും പാട്ട് പാടാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ ഇതെടുത്തിടുക. അതല്ല, മറ്റേ കടുവായ കിടിപിടിക്കും പുതിയ മുഖമല്ല, രണ്ടും ഓരോ രീതിയിൽ ഇങ്ങനെ പോകുന്നുണ്ട്. അതെ, അത് മറ്റേ പുതിയ മുഖം വന്ന് സോഷ്യൽ മീഡിയയിൽ വളരെയധികം വൈറലായ പാട്ടാണ് അത്. ആ സിറ്റുവേഷനിൽ രാജുവിനെ കളിയാക്കിയിട്ട് ഇന്ദ്രൻ തന്നെ പാടുമ്പോഴാണ് രണ്ടുപേരി പാട്ട് എന്ന് പറഞ്ഞിട്ട് പാടി. അത് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ക്ലൈമാക്സിൽ അങ്ങനെ ആ സമയത്ത് ഫിക്സ് ചെയ്ത സാധനമല്ലോ പുതിയ മുഖം. അതിന് നേരത്തെ ചെയ്തിട്ടാണ് പുതിയ മുഖം. ഇതിൽ ഈ മാജിക് മഷ്റൂമിൽ എന്തെങ്കിലും ഉണ്ടാകുമോ അങ്ങനെ അടുത്തൊരു ട്രെൻഡ് സെറ്റർ ആവാൻ പോകുന്ന എലമെൻറ്റ്? അത് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. കാരണം ഇപ്പോൾ തന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ഇപ്പോൾ ഏറ്റവും അടുത്ത് ഈ അമർ അക്ബർ അന്തോണിയിലെ ഒരു പാട്ടില്ലേ, പ്രേമം എന്നാൽ എന്താണ് പെണ്ണെ, അത് മ്യൂസിക്കും ലിറിക്സും ഞാനാണ് ചെയ്തത്. അത് പൃഥ്വിരാജ് ജയസൂര്യ ഇന്ദ്രജിത്താണ് പാടി അഭിനയിച്ചത്. അപ്പം അതിനകത്ത് ഒരു വരി അന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, വേലിമ തൂങ്ങി നിൽക്കും മുള്ളിന്മേൽ ഇലചെന്ന് വീണെന്നാലും ആ ഇലചെന്ന് മുള്ളിൻ്റെ പേരിൽ പീഡന കേസ് കൊടുക്കുന്നത് എന്തടി സുന്ദരി പെണ്ണേ, വേലിമലിരുന്ന പമ്പും കോടതി കയറും, പിന്നെ ജാതകവും ജീവിതവും കോഞ്ഞാട്ടയാകും. ആ സാധനം വെച്ചിട്ട് ഇപ്പോഴത്തെ ഇഷ്യൂ ഇല്ലേ, അത് വെച്ചിട്ട് കാലത്തിന് മുമ്പേ സഞ്ചരിച്ച വരികൾ എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യമായിട്ടാണ് ആ പാട്ടിന് ഇങ്ങനൊരു അതെ എല്ലാവരും കേട്ട് എൻജോയ് ചെയ്യായിരുന്നു. ഇപ്പം അത് അതല്ല, അതിന് സ്ത്രീ വിരുദ്ധത എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോഴാണെങ്കിൽ ആ പാട്ട് എഴുതാൻ പറ്റില്ല. അന്നത്തെ കാലത്ത് 2016 ഇപ്പോൾ പ്രേമം വന്നാലും അത് കാരണം പിന്നെ കള്ളു പിടിച്ചാലും പോകില്ല, അത് സ്വാമി വലിച്ചാലും പിന്നെ തേച്ചിട്ട് പോകണ പെണ്ണെന്നൊക്കെ പറഞ്ഞിട്ട് പാടുന്ന അത് ഇപ്പോഴാണെങ്കിൽ ചിലപ്പോൾ പറഞ്ഞ പോലെ നമുക്ക് പടത്തിൽ ഉപയോഗിച്ചാൽ ചിലപ്പോൾ ഇത്. പക്ഷെ കറങ്ങിത്തിരിഞ്ഞ് ആ പാട്ടിൻ്റെ ചില വരികൾ ഇപ്പോൾ നടക്കുന്ന സിറ്റുവേഷനായിട്ട് കണക്ട് ചെയ്തിട്ട് സോഷ്യൽ മീഡിയയിൽ കാണുമ്പോൾ നമുക്കത് സന്തോഷമുണ്ട്. പിന്നെ പണ്ട് ചെയ്ത പാട്ടില്ല പഞ്ചായത്തിൽ ഹുങ്ക് പെരുത്ത വളരിവുള്ളൂ, ആ പാട്ടൊക്കെ റീൽസായിട്ടൊക്കെ വരുമ്പോൾ ഞാൻ അതിൻ്റെ അടിയിൽ പോയി കമൻറ്റ് ഇട്ടിട്ടുണ്ട്, ഇത് എഴുതിയത് ഞാനാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. കാരണം ഓർക്കാൻ വേണ്ടിയിട്ട്, ഇപ്പോഴത്തെ പിള്ളേർ ഓർക്കുമെന്ന് എനിക്കറിയില്ലല്ലോ. മക്കസായിയൊക്കെ കളിച്ച് പിള്ളേർ ഡാൻസ് കളിച്ച് പാടുമ്പോൾ നമുക്ക് സന്തോഷം തോന്നിയിട്ട്, പക്ഷേ ഇത് ആരും മെൻഷൻ ചെയ്യാത്ത പറഞ്ഞാൽ ഞാൻ തന്നെ പോയി അടിയിൽ എഴുതിയിടും, ഇത് എഴുതിയത് ഞാനാണ് സന്തോഷം എന്ന് പറഞ്ഞിട്ട്. അതെ. അപ്പം ഈ മാജിക് മഷ്റൂം എന്നുള്ള ടൈറ്റിൽ കൊണ്ടുവരാനുള്ള റീസൺ എന്തായിരുന്നു ശരിക്കും? ഇപ്പം എല്ലാവർക്കും മാജിക് മഷ്റൂം എന്ന് കേൾക്കുമ്പം തോട്ട് വേറെ ഇതിലേക്കാണ് പോകുന്നത്. ഇതിൻ്റെ അതിലുള്ള പോസ്റ്ററിൽ നമുക്ക് തോന്നുന്നത് അങ്ങനെയൊക്കെ തന്നെയാണ്. സിനിമ കാണുമ്പോൾ മാജിക് മഷ്റൂംസ് ആയിട്ടുള്ള ബന്ധം എന്താണെന്ന് മനസ്സിലാവും. അതാണ് ഒറ്റ വാക്ക്. അല്ല, ഇത് ആ മാജിക് മഷ്റൂം അല്ല എന്തായാലും. അല്ല, അത് ഇത് ചെയ്യണ്ട, അത് ആണോ ഇല്ലേ എന്നുള്ളത് സിനിമ കണ്ടേ. പക്ഷെ അല്ല എന്നുള്ളത് ഓൾറെഡി ഇവിടെ പറഞ്ഞു. എന്താണ് ഇതിൽ വിഷ്ണുവിൻ്റെ ക്യാരക്ടർ ആൻഡ് ബാക്കി ആർട്ടിസ്റ്റുകളൊക്കെ എങ്ങനെയാണ്, എല്ലാവരുടെയും കഥാപാത്രങ്ങളൊക്കെ? അയൺ ജോസ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ്. അപ്പോൾ ആ ട്രെയിലറിലും ടീസറിലും ഒക്കെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ പറയാനും ഉള്ളൂ. പുള്ളി ഒരു പ്രേമനൈരാശ്യവും ഡിപ്രഷനും ഒക്കെ ഉള്ള അങ്ങനത്തെ ഒരാളാണ്. പണിക്കൊന്നും പോണില്ല, അങ്ങനെയൊക്കെയുള്ള പരിപാടികളാണ്. പിന്നെ നാടകം ഒക്കെ പഠിപ്പിക്കുന്ന ഒരു ആശാനായിട്ടാണ് അശോകൻ്റെ ക്യാരക്ടർ. ജാഫർക്കാണ് എൻ്റെ ക്യാരക്ടറിൻ്റെ അച്ഛനായിട്ട് അഭിനയിക്കുന്നത്. പിന്നെ അക്ഷയ ഉദയകുമാർ എന്ന് പറഞ്ഞ പുതിയ ആളാണ് ഹീറോയിൻ. അക്ഷയുടെ അച്ഛനായിട്ട് ബോബിച്ചനാണ്, ബോബി കുര്യൻ. പിന്നെ ഷമീർ, നമ്മുടെ നത്ത്, സിദ്ധാർത്ഥ് വരദൻ, പൂജ, മനീഷ ചേച്ചി, അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. അക്ഷയ് ഇപ്പം ഓൾറെഡി റീൽസിലൂടെ എല്ലാവർക്കും അറിയാം, ഭയങ്കര നല്ലൊരു ഡാൻസറാണ്. അക്ഷയുടെ ഡാൻസിൻ്റെ ആ ഒരു മ്യൂസിക്, ആ ഒരു വീഡിയോ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ആൾക്കാരിലേക്ക് എത്തി. അപ്പോൾ അക്ഷയനെ ഈ ഒരു സോഷ്യൽ മീഡിയ താരത്തിന് ഇതിലൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ തീരുമാനിച്ചത് എങ്ങനെയായിരുന്നു? ഓഡിഷനിലാണ്. ഓഡിഷൻ വെച്ചിട്ട് നമ്മുടെ റൈറ്ററില്ലേ ആകാശ്, അവൻ്റെ ഒരു ഫ്രണ്ട്സ് ഉണ്ട്, സർക്കിളുണ്ട്, എൻ്റെ എഡീസ്, അവരെല്ലാവരും കൂടിയും മറ്റേ ഇത് വെച്ചിട്ട്
കുറേ കുട്ടികളെ കൊണ്ട് ഇതുപോലെ സീൻസൊക്കെ ചെയ്യിച്ച് നോക്കി. അതിൽ നിന്ന് സെലക്ട് ചെയ്ത് ലാസ്റ്റ് ഞാൻ പറഞ്ഞ ഈ കുട്ടി മതി എന്ന് പറഞ്ഞു. അവരെനിക്ക് എല്ലാ വീഡിയോസും അയച്ചു തന്നു. അപ്പോൾ ഞാൻ ആരെയും നേരിട്ട് കണ്ടില്ല. അവസാനം ഞാൻ പറഞ്ഞ ഈ കുട്ടി കൊള്ളാം, ഇത് എവിടെ ഉണ്ടെന്ന് ചോദിച്ചു. ഇപ്പോൾ ഇവിടെ സ്റ്റുഡിയോയിലുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പോയി നേരിട്ട് കണ്ടത് അക്ഷയനെ മാത്രമേ ഉള്ളൂ. അതിൽ ഡാൻസർ എന്നുള്ളതൊരു ഡാൻസർ എന്നുള്ള ഡാൻസ് കളിക്കും എന്നുള്ളത് നമ്മൾ അന്ന് റീൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിനകത്തൊരു സീക്വൻസിൽ അങ്ങനെ ഡാൻസ് കളിച്ച് വരണ ഒരു സംഭവം ഉണ്ട്. അപ്പോൾ അത് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്നൊരു കുട്ടിയും കൂടി ആയിരിക്കണം. ഡാൻസ് അറിഞ്ഞിരിക്കണം, അഭിനയം അറിഞ്ഞിരിക്കണം ഈക്വലായിട്ട്. അപ്പോൾ എനിക്ക് വേണം ബേസിക്കലി അത്യാവശ്യം പിള്ളേർക്കൊക്കെ അത്യാവശ്യം നന്നായിട്ട് നല്ല രീതിയിൽ. പിന്നെ നമ്മൾ സിനിമയിൽ കട്ട് ചെയ്താണ് എടുക്കുന്നത് കോറിയോഗ്രാഫി, മറ്റേ ബൃന്ദ മാസ്റ്ററാണ്. പക്ഷേ ഈ സീക്വൻസിൽ 2 ദിവസം കൊണ്ടാണ് ഫുൾ ഡാൻസ് എടുത്തത്. ആ 2 ശരിക്കും സീൻസ് ഉൾപ്പെടെ നമ്മളൊരു 3-4 ദിവസം ആ ലൊക്കേഷനിൽ ഷൂട്ട് ചെയ്തെങ്കിലും ഡാൻസിന് വേണ്ടിയിട്ട് ഈ സോങ് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫുൾ നൈറ്റാണ്. ഒരു 7 മണി തൊട്ട് പിറ്റേ ദിവസം ഒരു മോർണിംഗ് വരെ പോകുന്ന രീതിയിൽ സോങ് എടുത്തത്. അത് ഒരു ലെങ്തി ഷോട്ടൊക്കെ ആ കുട്ടി എൻ്റെ തലേദിവസം 1.5 മണിക്കൂർ കൊണ്ട് പഠിച്ചു. ഫുൾ ഡാൻസ് പഠിച്ചിട്ടാണ് ചെയ്തത്. ഇപ്പം നിങ്ങൾ രണ്ടാളും ഇപ്പോൾ സ്റ്റേജ് ആർട്ടിസ്റ്റായിട്ട് വന്നിട്ട് അതിനുശേഷം സിനിമയിലേക്ക് ഇപ്പം ആക്ടിങ്, ഡയറക്ഷൻ, എഴുത്ത് അങ്ങനെയൊക്കെ പോകുന്നു. ഇപ്പം ഈ റീൽസിലൂടെ അല്ലെ സോഷ്യൽ മീഡിയയിലൂടെയാണല്ലോ ആളുകൾ കൂടുതലും സിനിമയിലേക്ക് വരുന്നുണ്ട്. ഒരു സമയത്ത് ഇങ്ങനെ പറഞ്ഞു സോഷ്യൽ മീഡിയയിൽ വീഡിയോസ് ഇട്ടതുകൊണ്ട് മാത്രം സിനിമയിൽ വരാൻ പറ്റില്ല എന്ന്. പക്ഷേ അതിൽ നിന്ന് തന്നെ ഒരുപാട് പേര് നല്ല ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഇപ്പോൾ സിനിമയിലേക്ക് വരുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ഒരു ട്രെൻഡ് മാറിയതിനെ പറ്റി ആ ഒരു ഫീൽഡിൽ നിന്ന് വന്ന ഒരാൾ എന്ന നിലയ്ക്ക് എന്തായിരിക്കും എനിക്ക് പറയാനുള്ളത്? മീഡിയ നിന്ന് അത് സോഷ്യൽ മീഡിയയിൽ നിന്നുള്ള ഒരുപാട് ആളുകൾ ഇപ്പോൾ സിനിമയിൽ ആക്റ്റീവ് ആവുന്നുണ്ട്. പണ്ടൊക്കെ ഈ സ്റ്റേജ് പെർഫോമൻസിലൂടെ അങ്ങനെയുള്ള ഒരുപാട് പരിപാടികളിലൂടെയായിരുന്നു വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഒരു ഡിഫറൻസ് ഉണ്ടല്ലോ ഈ സ്റ്റേജ് പ്രോഗ്രാമിൽ നിന്ന് സോഷ്യൽ മീഡിയ എന്നുള്ളത്. അന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടെലിവിഷനിൽ പ്രോഗ്രാം നമ്മൾ അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ദൂരദർശൻ മാത്രമുള്ള സമയത്താണ് നമ്മൾ അന്ന്. പിന്നെ ദൂരദർശൻ വന്ന് പിന്നെ ഏഷ്യാനെറ്റ് ചാനലായി, സൂര്യയായി, അങ്ങനെ ഒരുപാട് ചാനലുകൾ വന്നു. ഈ ചാനലിലൊക്കെ പരിപാടി അവതരിപ്പിച്ച് ഇതൊക്കെ കണ്ടെക്കുന്ന ആൾക്കാരാണ്. അതിനു മുമ്പ് ഞങ്ങൾ വീഡിയോ കാസറ്റ് കണ്ടിട്ട് ഗൾഫ് ഷോസൊക്കെ ഒരുപാട് കിട്ടിയിട്ടുണ്ട്. വീഡിയോ കാസറ്റുകളാണ് ഗൾഫ് മലയാളിയുടെ പ്രവാസികളുടെ ഏറ്റവും വലിയ ആശ്വാസം ഉണ്ടായിരുന്നത്. അപ്പോൾ അതിലൂടെ നമുക്ക് പോപ്പുലറായിരുന്നു, നമ്മുടെ മുഖങ്ങളൊക്കെ സുപരിചിതരായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഉള്ള ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 മണിക്കൂറിനുള്ളിൽ ചിലപ്പോൾ പോപ്പുലറാവും. ഒരു റീല് ചെയ്തിട്ട് ആ റീൽസിൻ്റെ പോപ്പുലാരിറ്റിയിൽ പെട്ടെന്ന് വൈറലാവാണ്. നമ്മളൊക്കെ എത്ര കൊല്ലം കൊണ്ടാണ് ഇപ്പോൾ അത്യാവശ്യം മുഖപരിചയം ചെയ്ത്. എനിക്ക് തോന്നുന്നു ഞാനൊക്കെ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് സ്റ്റേജ് കളിച്ച് വന്നതാണ്. പക്ഷെ അത്യാവശ്യം മുഖപരിചയം വന്നത് എന്നെ ഒരു 10-20 വയസ്സിലൊക്കെയാണ് അറിയുന്നത്. 10-15 വർഷം എടുത്തിട്ടാണ് ഇയാൾ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് ആൾക്കാർ പറയാൻ തുടങ്ങിയത്. അത്രേ ഉള്ളൂ. ഇപ്പോഴത്തെ എന്ന് വെച്ചാൽ അങ്ങനെയല്ല. നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് അല്ലെങ്കിൽ 1 മണിക്കൂറിനുള്ളിൽ അല്ലെങ്കിൽ ഒരു 10 സെക്കൻഡ്സ് റീൽസ് അതിൻ്റെ ഇതിൽ പോപ്പുലറാവും. 10 സെക്കൻഡ്സ് മതി ഇപ്പം. അതാണ് അതിൻ്റെ വ്യത്യാസം. മുമ്പ് 10 വർഷം വേണമായിരുന്നു, ഇപ്പോൾ 10 സെക്കൻഡ്സാണ്. വിഷ്ണുവിൻ്റെ ഒരു ജേണി ഉണ്ടല്ലോ സിനിമയിലേക്ക് എത്തിയതിൻ്റെ. ഇപ്പം ഈ റീൽസിലൂടെ ആൾക്കാർ കയറുന്നുണ്ടല്ലോ, ടാലൻറ്റ് കാണിക്കാനുള്ള പ്ലാറ്റ്ഫോം വന്നല്ലോ. അത് കാണുമ്പോൾ എന്താ തോന്നുന്നത്? അല്ല, അത് കാലഘട്ടത്തിൻ്റെ മാറ്റമാണ്. അപ്പോൾ അത് എപ്പോഴാണെങ്കിലും ടാലൻറ്റ് ഉള്ളവരെ പിക്ക് ചെയ്യപ്പെടുന്നുള്ളൂ. ഈ പറഞ്ഞ 10 സെക്കൻഡ്സ് മതിയെന്ന് പറഞ്ഞാൽ പോലും ആ 10 സെക്കൻഡ്സിൽ ചെയ്ത സാധനം വെച്ച് ചിലപ്പോൾ ഇങ്ങനെ പോപ്പുലർ ആവാന്നുള്ളത് കൊണ്ട് മാത്രം ഒരിക്കലും സിനിമയിലേക്ക് ആരും കാസ്റ്റ് ചെയ്യുമെന്ന് എനിക്ക് തോന്നാറില്ല. അതിൽ നിന്ന് ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ ഉള്ളിലൊരു ഐറ്റം ഉണ്ട്, ആൾ ടാലൻറ്റഡ് ആണെന്ന് തോന്നി അതിനൊരു ക്യാരക്ടർ ഏൽപ്പിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പ്രോസസ്സും കൂടി കഴിയണം. അപ്പോൾ നമ്മുടെ പടത്തിലെ ഹീറോയിനാണെങ്കിൽ തന്നെ അക്ഷയ സോഷ്യൽ മീഡിയയിൽ നല്ല റീച്ചുള്ള ആളാണ്. പക്ഷെ അത് മാത്രം വെച്ചിട്ടല്ല ഒരിക്കലും ആളെ കാസ്റ്റ് ചെയ്തിട്ടുള്ളൂ. നമ്മുടെ ക്യാരക്ടർ എന്താണ്, ജാനകി എന്ന് പറഞ്ഞ ക്യാരക്ടർ, അതിൻ്റെ ഓഡിഷൻ പുള്ളിക്കാരിയെ ചെയ്യിപ്പിച്ചു. അപ്പോൾ അത് വേറെ കുട്ടികൾ എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് കൺസീവ് ചെയ്തേക്കണമെന്ന് വെച്ചിട്ട് അതിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ജാനകി അക്ഷയായിട്ട് തോന്നിയുകൊണ്ടാണ് അക്ഷയെ ഫിക്സ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഷമീർ ആണെങ്കിലും, ഷമീർ ഖാൻ നമ്മുടെ ചൂരൽ, ഷമീറിൻ്റെയൊക്കെ റീലുകൾ കണ്ട് അടിപൊളിയായി. അപ്പോൾ അത് കാണുമ്പോൾ അറിയാം ആൾക്ക് പരിപാടി അറിയാവുന്ന ആളാണ്. മോഡുലേഷനിലാണല്ലോ എല്ലാം ഇരിക്കുന്നത്. അതെ. അപ്പം നമ്മുടെ ഈ ക്യാരക്ടറായിട്ട് ജല്ലാവോ ഇല്ല എന്നുള്ള സംശയം തുടക്കത്തിൽ ഇക്കക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു എനിക്ക്. പക്ഷേ ഷമീർ ഫൈനൽ കട്ട് കണ്ടു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഷമീർ
നല്ല രസമായിട്ട് പെർഫോം ചെയ്യും. കാരണം വെച്ചാൽ ഇത് ഓക്കെ ആവോ എന്നുള്ളൊരു ഡൗട്ട് നമ്മൾ അന്ന് ഷമീറിൻ്റെ അടുത്ത് തന്നെ പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഷമീർ ഈ ഒരു മീറ്റർ പിടിച്ചാൽ മതിയാവും. സുഹിത്തേട്ടനൊക്കെ മീൻസ് ആ സിനിമയുടെ അതിൻ്റെ ഒരു മീറ്റർ ഉണ്ടല്ലോ, അപ്പം അതിലേക്ക് ആയില്ല എന്നൊക്കെ ഉള്ളൊരു തോന്നൽ ഷമീറിനും ഉണ്ട്. ചില സീൻ എടുക്കുമ്പോൾ സുഹിത്തേട്ടനൊക്കെ പറയുകയും ചെയ്ത് എന്തോന്നടേ ഇത് എത്ര ടേക്കായി എന്നൊക്കെ പറഞ്ഞ തമാശക്ക് ഇങ്ങനെ കളിയൊക്കെ ചെയ്തു. അപ്പം പിന്നീട് ഷമീർ അപ്പോന്നും പറഞ്ഞില്ല, പക്ഷെ പിന്നീട് നത്തിൻ്റെ അടുത്തൊക്കെ പറഞ്ഞത് ഷമീർ ഇതോടുകൂടി ഈ പരിപാടി അവസാനിപ്പിക്കുന്നത്, ഈ പടത്തിലവരേക്കാൻ പോണില്ല. അവന് ഭയങ്കര ടെൻഷൻ, അവനധികം അങ്ങനെ അടുത്തിട്ടുണ്ടായില്ല. പിന്നെ പക്ഷെ രസമായിട്ടുണ്ട്, ആ ക്യാരക്ടർ രസമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഷൗട്ട് അടിപൊളിയാണ്. അപ്പം അത് നമ്മൾ സ്ഥിരം കണ്ടുവരുന്നൊരു രീതി വെച്ചിട്ട് ഇതിൽ ഇങ്ങനെ വരണം, ഈ ടൈമിങ്ങിൽ പറയണം എന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ വെച്ച് നോക്കുമ്പോൾ അത് അയ്യോ അവിടെ അല്ല അങ്ങനെയല്ല എന്ന് നമുക്ക് തോന്നും. ഷമീറിൻ്റെ ഒരു സ്റ്റൈലിൽ അത് വന്നാൽ ഓക്കെ ആണെന്ന് തീരുമാനിച്ചെടുത്ത് അത് ഓക്കെ വെക്കുകയാണ്. എന്നിട്ട് ഇത് എഡിറ്റ് ചെയ്ത് ലാസ്റ്റ് വരാൻ നേരത്ത് കറക്റ്റാണ്. അപ്പോൾ ഈ സെറ്റിൽ എങ്ങനെയാണ് ശരിക്കും ഈ ഡയറക്ടേഴ്സ് ഇപ്പം പല രീതിയിലുണ്ടല്ലോ, ആക്ടേഴ്സിനെ അവരുടെ രീതിയിൽ സ്പേസ് കൊടുക്കുന്നവരും അത് അല്ലെങ്കിൽ ഡയറക്ടർ പറയുന്ന അതേ രീതിയിൽ അഭിനയിക്കണം എന്നുള്ളവരുണ്ടല്ലോ. ഇതിലെങ്ങനെയാണ് നാദർശക്ക സെറ്റിൽ? ഒക്കെ എല്ലാത്തിനും ഫ്രീഡം തരുന്ന ആളാണ്. ഞാൻ അഭിനയിച്ച് കാണിച്ചു കൊടുക്കും ഒരു സീൻ, എന്നിട്ട് അത് ഫുൾ നോക്കിയിരിക്കാൻ പറയും, കറക്റ്റായിട്ട് ഒബ്സർവ് ചെയ്യണമെന്ന് പറയും. എന്നിട്ട് ഒറ്റ വാക്ക് പറയുള്ളൂ, ഇതുപോലെ അഭിനയിക്കരുത് മാത്രമേ അഭിനയിക്കരുത്. ഇപ്പം ഞാൻ ചെയ്ത പോലെ ആയിരിക്കരുത് അഭിനയം എന്ന് പറയും, ബാക്കി നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്തോളാൻ പറയും. മനസ്സിലായില്ല, പല സാധനങ്ങളും ചീറ്റി പോണ എങ്ങനെയാണ്. ഞാനതൊരു ഹ്യൂമർ സെൻസിൽ പറഞ്ഞാൽ ഞാൻ അഭിനയിച്ച് കാണിച്ച എൻ്റെ അഭിനേതാവ് അത്രേ ഉള്ളൂ എന്ന് പറയാൻ വേണ്ടിയിട്ട് കാണിച്ചാൽ, പക്ഷെ കുട്ടി അത് സീരിയസ് ആയിട്ട് എടുത്തല്ലേ. അതല്ലേ ഓക്കെ. അല്ല അതല്ല, അത് പറഞ്ഞ എക്സ്പ്രഷൻ പോലെ എൻ്റെ ശരിയായില്ലടാ. അല്ല, അതെനിക്ക് ആ ഹ്യൂമർ മനസ്സിലായില്ലായിരുന്നു, അതുകൊണ്ടാണ്. ഒരുപാട് ഹ്യൂമർ എഴുതുന്നവർക്ക് ചിലപ്പോൾ അത് പറയുമ്പോഴല്ല എക്സ്പ്രഷൻ ശരിയാണ്ടാ, ഇത് തന്നെ കുഴപ്പം അഭിനയിക്കാൻ ഇറങ്ങാതിരുന്നത്. പക്ഷെ സിനിമയിൽ അത് വർക്കൗട്ട് ആവുന്നുണ്ടല്ലോ. ആ സിനിമയിൽ എനിക്ക് മറ്റുള്ളവർ കുറ്റം പറയാനറിയാം, നോക്കി എന്നിട്ട് അത് ശരിയായില്ലെന്ന് പറയാനറിയാം, പക്ഷെ അതുപോലെ കാണിച്ചു കൊടുക്കാൻ അറിയാൻ പറ്റുന്നു. അല്ലാതെ ഷൂട്ട് ചെയ്യുമ്പോഴും ആക്ടേഴ്സിന് ഫുൾ ഫ്രീഡം കൊടുത്ത് എങ്ങനെയാണ് അത് പെർഫോം ചെയ്യണമെന്നുള്ളത് കണ്ടതിന് ശേഷമാണ് ഷോട്ട് കമ്പോസ് ചെയ്യണ പോലും. അപ്പോൾ അല്ലെങ്കിൽ അതിനു വേണ്ടി ലിമിറ്റഡ് ആക്കണ്ടെന്ന് വെച്ചിട്ടേ, അപ്പോൾ നമുക്ക് എങ്ങനെയായിരിക്കും ഇത് ചെയ്യാൻ പറ്റണമെന്ന് ചോദിച്ചിട്ട് അപ്പോൾ ആരൊക്കെയാണോ പെർഫോം ചെയ്യണത് അവർ നമ്മളിങ്ങനെ പറയാം, അങ്ങനെ അപ്പോൾ ഇയാൾ ഇങ്ങനെ വരാം, അതൊക്കെ ഓക്കെ എന്നാൽ അതിനനുസരിച്ചിട്ടാണ് പിന്നെ ക്യാമറയുടെ പ്ലേസ്മെൻറ്റ് പോലും പിന്നീട് ഡിസൈഡ് ചെയ്തത്. നമ്മൾ ആർട്ടിസ്റ്റിന് ഫ്രീഡം കൊടുത്തില്ലെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടില്ല. ഒരാളെ വേണമെങ്കിൽ നമുക്ക് ശരിയായില്ല എന്നൊക്കെ പറഞ്ഞാൽ ആധികാരികമായിട്ട് ഇപ്പോൾ ഒരു ക്രൗഡിൻ്റെ മുമ്പിൽ വെച്ചിട്ട് നമ്മൾ ആക്ടറെ ഇൻസൾട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താലും ആ സീൻ അന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ, രാവിലെ ആ സീൻ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ആക്ടറെ ഡിസ്റ്റർബ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു 10-15 ടേക്ക് എടുത്തിട്ട് ശരിയാവില്ല. ശരിയായില്ലെങ്കിൽ അയാളെ നമ്മൾ ആ പബ്ലിക്കിൻ്റെ മുമ്പിൽ വെച്ച് അയാൾ വേണമെന്നുണ്ടെങ്കിൽ അയാൾ തന്നെ, അല്ലെങ്കിൽ ഒന്നില്ലെങ്കിൽ അയാളെ മാറ്റാം, അതല്ലെങ്കിൽ അയാളെ കൊണ്ട് തന്നെ ചെയ്യിച്ചെടുക്കണമെങ്കിൽ നമ്മൾ പിന്നെ റിലാക്സ്ഡായി അയാളെ ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ ഒരിക്കലും വൈകുന്നേരം വരെ എടുത്താലും കിട്ടില്ല. ചിലപ്പോൾ നമുക്ക് അങ്ങനെ ചിലപ്പോൾ ഒരു ഡയലോഗ് 2 ഡയലോഗ് പറയാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ പെട്ടെന്ന് പറഞ്ഞിട്ടൊരു 3-4 പ്രാവശ്യം പറഞ്ഞു നോക്കിയിട്ട് ശരിയായില്ലെങ്കിൽ വേറെ ആൾ ചെയ്ത് നോക്കാൻ പറയാം. നമുക്ക് കണ്ടിന്യൂസ് ആ പടത്തിൽ കുറേ സീൻസ് ഷൂട്ട് ചെയ്ത് പോയ ഒരു ആർട്ടിസ്റ്റ് തെറ്റിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളെ ബുദ്ധിമുട്ടിച്ചാൽ എല്ലാം റീഷൂട്ട് ചെയ്യേണ്ടി വരും. ഇതിൻ്റെ ഇവൻറ്റിൽ തന്നെ ജയസൂര്യ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം തന്നെ ഉണ്ടായിരുന്നു, പണ്ട് നാദർശക്കയുടെ ഇതേ മാവേലി കൊമ്പത്തിൻ്റെ പോസ്റ്ററിൽ അതിൽ പടം വരാൻ വേണ്ടിയിട്ടൊക്കെ കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെ പറയുകയുണ്ടായല്ലോ. അപ്പോൾ ആ ഒരു ടൈം ഇപ്പോൾ ഓർക്കുമ്പം എങ്ങനെയായിരിക്കും അതിൻ്റെ ഒരു നൊസ്റ്റാൾജിക് ഫീലൊക്കെ? അങ്ങനെയല്ല, അതുപോലെയൊക്കെ നമ്മളെല്ലാവരും ഒരുപാട് നടന്നിട്ടുള്ളതിൻ്റെ പേരിൽ അതൊരു വലിയ അത്ഭുതമായിട്ടൊന്നും തോന്നുന്നില്ല. കാരണം നമുക്ക് ഭയങ്കര അതൊരു വലിയ സംഭവം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളെല്ലാവരും നടന്നിട്ടുണ്ട് ചാൻസ് വെച്ചിട്ട്. ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു ഫോട്ടോ കാസറ്റിൻ്റെ കവറിൽ വരാൻ വേണ്ടിയിട്ട് ഞാൻ ദൂരം ആൾക്കാർ പുറപ്പെടുന്നുണ്ട്. അന്നൊന്നും ആൾക്കാരും നമ്മളടിപ്പിച്ചിട്ടില്ല. നമ്മളൊരു പാട്ട് പാടാൻ ചാൻസ് വെച്ചിട്ട് സ്റ്റേജിൽ വേദികളിൽ പോയിട്ടുണ്ട്. ചില ഇപ്പോഴത്തെ പോപ്പുലറായിട്ടുള്ള പ്ലേ ബാക്ക് സിംഗേഴ്സ് അവരുടെ, അപ്പം ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുക, അവരൊക്കെ വന്നു തുടങ്ങി, അവരൊക്കെ കത്തി ഇങ്ങനെ ജ്വലിച്ച് തുടങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവരുടെ ഗാനമേള കേൾക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബാക്കിൽ പോയിരുന്നിട്ട്, അപ്പോൾ ഞാൻ ആ സ്ഥലത്തെ പാട്ടുകാരനൊക്കെ എൻ്റെ പേരിൽ ഒരു പാടാൻ അത്ര അങ്ങനത്തെ ഉള്ള മൈക്കിലൊക്കെ പാടാനൊരു ആഗ്രഹം ഉണ്ടാവില്ലേ.
നമ്മളതൊക്കെ ചോദിച്ചിട്ട് നമ്മൾ അവരുടെ ബാക്കിൽ പോയിട്ട് ചേട്ടാ ഞാൻ പാട്ട് പാടാൻ എനിക്ക് ചാൻസ് വരുമെന്ന് വെച്ചിട്ട് പോയാൽ പാടിച്ചിട്ടില്ല. ഒരു പ്രാവശ്യം ഒരു പ്ലേ ബാക്ക് സിംഗർ ഞാൻ പാടിയിട്ട് മൈക്ക് ഓഫ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. പാടാൻ വേണ്ടി കയറിയപ്പോൾ മൈക്ക് ഓഫ് ചെയ്തു. പിന്നെ അങ്ങനെ ഒരുപാട് ഇൻസൾട്ടിങ്. പിന്നെ അന്ന് പറഞ്ഞാലും അത് ഭയങ്കര പെയിൻഫുൾ ആയിരിക്കും. പെയിൻഫുൾ നമ്മൾ മനസ്സ് വളരെ അല്ല ഇപ്പൊ ഇക്കടെ ഷോ നടക്കുമ്പോൾ ആരെങ്കിലും വന്ന് ഇങ്ങനെ ചോദിച്ച് പഠിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെയല്ല, പാടിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വെറുതെ ഒരാൾ 2 അടിച്ചിട്ട് ബാക്കിൽ വന്നിട്ട് എനിക്കൊരു പാട്ട് പാടണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കയറാൻ പറ്റില്ല. കാരണം സംഘാടകരുടെ പെർമിഷൻ വാങ്ങിക്കും. കാരണം ഒരാൾ അങ്ങനെ കയറി കഴിഞ്ഞിട്ട് ബാക്കി എല്ലാവരും കയറും എന്നുള്ള സാധനത്തിന്. പക്ഷേ കഴിവുള്ള ഒരു കുട്ടിയാണ് എന്ന് നമുക്കറിയാമെങ്കിൽ അയാൾ വന്നിട്ട് അയാൾ ചോദിക്കുന്നതിനൊരു ജെന്യൂനിറ്റി ഉണ്ട് ചിലവർ ചോദിക്കുമ്പോൾ. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഒരു 2 പേരും ഒന്ന് പാടുന്നത് പറഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ അവർ നന്നായിട്ട് പാടുകയാണെങ്കിൽ ചിലപ്പോൾ വിളിച്ചിട്ട് ഇതാ നിങ്ങളുടെ നാട്ടിൽ നിന്ന് അപ്രതീക്ഷിതമായിട്ടൊരാൾ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് അവരെ കൊണ്ട് പഠിച്ചാൽ ഭയങ്കരമായിട്ട് അവർക്കും അതൊരു എല്ലാവരും വിളിച്ചിട്ടിപ്പോൾ ശരിയാണ്. ഇപ്പോൾ അന്ന് അവർ ചെയ്തതിലും ന്യായമുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എനിക്കൊരു ചാൻസ് തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ആൾക്കാർക്കും ചാൻസ് കൊടുക്കേണ്ടി വരും. അതിൻ്റെ പേരിലായിരിക്കും അവർ പറ്റില്ല എന്ന് പറഞ്ഞത്. അല്ലാണ്ട് അവർക്ക് എന്നോട് യാതൊരു വ്യക്തിപരമായിട്ടുള്ള വൈരാഗ്യം ഉണ്ടാവില്ല. പക്ഷെ അതൊക്കെ നമ്മളുടെ മനസ്സിന് ഈ പറയുന്ന പോലെ ഓർത്തിരിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ജയസൂര്യയൊക്കെ ഈ പറഞ്ഞ പോലെ കാസറ്റിൽ പങ്കെടുക്കണമെന്നൊക്കെ പറഞ്ഞ് നടന്ന കാര്യങ്ങളൊക്കെ വീണ്ടും പറയുമ്പോൾ ഇതൊക്കെ എല്ലാവരും ചെയ്തിട്ടുള്ളതല്ല. അല്ല അന്ന് ആ ചാൻസ് കിട്ടാത്തതിൻ്റെ ഒരു ഫയർ ഉണ്ടാവും ഇക്കടയിൽ. അതും കൊണ്ടാണ് ഇക്ക പിന്നെ അതിന് വേണ്ടി അല്ലേ. അല്ല നമ്മുടെ ഒരു ആഗ്രഹത്തിൻ്റെ ഒരു ഇതുണ്ട്. അപ്പോൾ ഇൻസൾട്ട് ചെയ്യപ്പെടുമ്പോൾ ഞാൻ വിശ്വസിച്ചിട്ടുണ്ടെന്ന് പറയുക ശരിക്കും നമുക്കൊരു നമ്മളുടെ ഒരു പന്തിൻ്റെ അവസ്ഥയിലാണ്. ശരിക്കും ഒരു ബോൾ എയറടിച്ച് വെച്ചിട്ട് ബോൾ എത്ര ഫോഴ്സിൽ നമ്മൾ താഴേക്ക് അടിക്കുന്ന അത്രയും ബൗൺസ് ചെയ്ത് മുകളിൽ പോകും. ചെറിയ തോതിലാണ് നമ്മളിങ്ങനെ തട്ടണമെങ്കിൽ അതിൻ്റെ ഒരു ലെവൽ. പക്ഷേ എത്ര ഫോഴ്സിൽ അടി കൊള്ളുന്നു അതത്രയും ഉയരങ്ങളിൽ പോകാനായിട്ട് അത് സാധിക്കും. അപ്പോൾ അടിയൊക്കെ കൊള്ളും അവിടുന്ന് ഇവിടുത്തെ. ഈ ഒരു മോട്ടിവേഷനാണോ ലൈഫിൽ ഇങ്ങനെ ഫോളോ ചെയ്യുന്നത്? നമ്മളങ്ങനെ നമ്മളെ പലരും ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇട്ട് തട്ടും. ഇപ്പോൾ നമ്മളെന്തൊരു സാധനമായിട്ട് ഇപ്പോൾ നമ്മളിപ്പോൾ പറയുന്ന സാധനത്തിൻ്റെ അടിയിൽ വരുന്ന കമൻസ് നോക്കിക്കും. നമ്മൾ കൊന്നുപോലെ വിളിക്കുന്ന കമൻസ് അതിലൊക്കെ അത് സ്വാഭാവികമായിട്ട് എന്താ സംഭവം പറയുക, ഒരിക്കലും ഒരു സ്ഥലത്തും എത്തിപ്പെടാൻ പറ്റാതെ വളരെയധികം ഇതായിട്ട് നിൽക്കുന്ന കുറേ ആൾക്കാർ അവർക്ക് ഇതിൽ സന്തോഷം കണ്ടെത്തുകയാണ്. ഒരു നെഗറ്റീവ് കമൻറ്റ് വേറൊരാളെ കുറിച്ചിട്ട് ഇടുമ്പോൾ ഇവനെന്ത് തേങ്ങാക്കൊല്ലാന്ന് ഇട്ട് കഴിഞ്ഞിട്ട് അവന് ഒരു സുഖം കിട്ടും. ആ സുഖം അവരനുഭവിക്കുമ്പോൾ നമ്മളതിന് നിമിത്തമായി തീരല്ലേ. അവനങ്ങനെ ഒരു സുഖം കിട്ടാൻ വേണ്ടി നമ്മൾ നിമിത്തമാണെങ്കിൽ അതിൽ നമുക്ക് ഒരു പോസിറ്റീവ് സാധനം നമുക്ക് കിട്ടും. കാരണം അവൻ്റെ സുഖം കണ്ടെത്തുന്നത് നമ്മൾ ചീത്ത പറയുമ്പോഴാണ്. ഇതുപോലെ എന്തായിരിക്കും വിഷ്ണുവിനെ മുന്നോട്ട് നയിക്കുന്ന ഒരു പോസിറ്റീവ് കാര്യം, നല്ലൊരു മോട്ടീവ്? എല്ലാം നല്ലതിന്. അത്രേ ഉള്ളൂ. വരാൻ പോകുന്നതും സംഭവിക്കാൻ പോകുന്നതും എല്ലാം നല്ലതിന്. അപ്പോൾ ഇത്രയും സ്ട്രഗിൾ ചെയ്തെന്ന് പറഞ്ഞില്ല. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് സ്റ്റേജ് എവിടെയായിരുന്നു കിട്ടിയത്? ഫസ്റ്റ് ടൈം സ്റ്റേജിൽ? അതെ, ഫസ്റ്റ് സ്റ്റേജിൽ കയറുന്ന നഴ്സറി പഠിക്കുമ്പോൾ 4 വയസ്സിൽ. പാട്ട് പാടാനായിട്ട്? പാട്ട് പാടാനല്ല, ആക്ഷൻ സോങ് അല്ലേ, മരുന്നോ നല്ല മരുന്ന്, ദാസേട്ടൻ പാടിയ അരം മരുന്ന് പൊടി മരുന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. മുത്തമ്മ ടീച്ചർ എന്ന് പറഞ്ഞാൽ എൻ്റെ നഴ്സറിയിൽ എന്നെ പഠിപ്പിച്ച ടീച്ചറിൻ്റെ പേര് മുത്തമ്മ ടീച്ചർ. പിന്നെ രാജമ്മ ആയ എന്നൊക്കെ പറഞ്ഞത് അവരൊക്കെ പേര് ഓർമ്മയുണ്ട്. 4 വയസ്സൊക്കെ ഉള്ളൂ എനിക്ക്. അപ്പോൾ ഇങ്ങനെ പഠിപ്പിച്ചിട്ട് ഞാനിങ്ങനെ പാട്ടുപാടി അഭിനയിക്കുന്നു. നല്ല ഓർമ്മയാണല്ലോ. അതെ, നഴ്സറിയിൽ പഠിപ്പിച്ച ആളുടെ ടീച്ചറിന്റെ പേരൊക്കെ ഇപ്പോഴും ഓർമ്മയുണ്ട്. ഓർമ്മയുണ്ട്. 10-25 കൊല്ലം മുമ്പുള്ള കാര്യം ഓർക്കണം. നഴ്സറി ടീച്ചറിന്റെ ഒരാളുടെ പേര് എനിക്ക് ഓർമ്മയുണ്ട്, ബാക്കി എനിക്കറിയാം. അതും മനസ്സിലായില്ല കേട്ടോ. എൻ്റെ കൂടെ നഴ്സറിയിൽ അതിൻ്റെ ഇതും മനസ്സിലായില്ല. 10-20 അതിനിടയിൽ ഇവനൊരു കൗണ്ടർ അടിച്ചു. 35 അല്ല 10-200 കൊല്ലം മുമ്പുള്ള കാര്യമാണ് ഈ പറയണേന്ന് പറഞ്ഞത്. 75 കൊല്ലം ഒരു കൗണ്ടർ അതൊരു സൈഡിൽ കൂടി പോയി. ഒരു 3-4 കൗണ്ടർ മത്സരത്തിന് കളയേണ്ടി വരുന്നു കേൾക്കാനല്ലോ. ഞാനാലോചിക്കണം ഈ കൊച്ചൊക്കെ വന്നിട്ട് നമ്മുടെ സിനിമ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലൊരു ഒരു തമാശ ഇല്ലെന്ന് പറയുമല്ലോടാ. അല്ല, ഞാൻ ഈ കട്ടപ്പനയിലെ അമർ അക്ബർ എന്തോടെയൊക്കെ കണ്ട് ഒരുപാട് ചിരിച്ചിട്ടുള്ളതാണ്. പടത്തിന് പോകുമ്പോ പച്ചക്ക് പോണം. ഈശ്വര, ഇതെങ്ങനെ ഞാൻ പറഞ്ഞു? അല്ല, എനിക്ക് തമാശ മനസ്സിലായി. 11 മിനിറ്റ് കഴിഞ്ഞപ്പോ ആ തമാശ എനിക്ക് ഇപ്പൊ മനസ്സിലായി. അല്ല, എന്നിട്ട് ടീച്ചറിന്റെ അല്ല അവരൊക്കെ ഓർമ്മയുണ്ട്. അപ്പോൾ അങ്ങനെ അന്ന് പ്രാക്ടീസ് ചെയ്യിപ്പിച്ചു. പക്ഷേ കയറാൻ പറ്റിയില്ല. എനിക്കന്ന് എന്തോ ഇതുപോലെ
ഫസ്റ്റ് സ്റ്റേജിൽ കയറുന്ന തലേദിവസം എന്തോ പനിയോ അങ്ങനെ എന്തൊരു അസുഖം വന്നിട്ട് പോകാൻ പറ്റാതായിപ്പോയി. അപ്പോൾ ആ വീടിൻ്റെ അടുത്താണ് നഴ്സറി. അവിടെ നിന്ന് ഈ പാട്ട് ഒക്കെ പാടി പകരം വേറെ കുട്ടികൾ കയറി കളിക്കുന്നതൊക്കെ നമ്മൾ ആ പാട്ട് ഇങ്ങനെ കേൾക്കുമ്പോൾ നമുക്കൊരു സങ്കടം ഉണ്ടായി. ഫസ്റ്റ് സ്റ്റേജിൽ കയറാൻ പറ്റാതെ. പിന്നെ 1ാം ക്ലാസ് പഠിക്കുമ്പോഴൊക്കെ അങ്ങ് ക്ലാസ് റൂമുകളിൽ പാടുമായിരുന്നു. ഫാക്ട് ഈസ്റ്റേൺ UP സ്കൂളിൽ പഠിച്ചത്. അപ്പോൾ ക്ലാസ് റൂമുകളിൽ ഒരു പീരീഡ് നമുക്ക് എന്താണെങ്കിലും മ്യൂസിക് എന്ന് പറയുന്ന ഇത് ഞാൻ പഠിച്ചത്. അപ്പോൾ ക്ലാസ് റൂമിൽ ഇതിലെ പാട്ട് പറഞ്ഞാറുണ്ട് നോക്കിയപ്പോൾ ഞാനൊക്കെ ചാടി ഇറങ്ങും. അങ്ങനെ പാട്ട് പാടി തുടങ്ങിയാണ് അവിടുത്തെ സ്കൂളിൽ നമ്മൾ KP സിനിമാ പാട്ടാക്കണം പാടാം. അന്ന് ആ സമയത്ത് സിനിമാ പാട്ട് മരം ചാടി നടന്നൊരു കുരങ്ങൻ അങ്ങനെ പാട്ടൊക്കെ ഇല്ലേ, വളരെ സിമ്പിളായിട്ടുള്ള അതൊക്കെയാണ് പാടുന്നത്. പിന്നെ കുറച്ചുകൂടി സീരിയസ് ആയിട്ട് പാടിയത് ആരാരു ആരാരു ആ പാട്ട് നമ്മുടെ ജയവിജയ മാഷ് മ്യൂസിക് ചെയ്ത പാട്ട്. അതൊക്കെ എനിക്ക് തോന്നുന്നത് 3ാം ക്ലാസ് 4ാം ക്ലാസ്സിലൊക്കെ വരുമ്പോൾ ഇങ്ങനെ സ്കൂളിലെന്ത് ഫംഗ്ഷനും പാട്ടുകാരനായിരുന്നു. 5ാം ക്ലാസ്സിൽ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പാടിയ പാട്ടാണ് ശങ്കര സ്റ്റേജിൽ കയറി പ്രൊഫഷണലായിട്ട്. 5ൽ പഠിക്കുമ്പോൾ ആ ശങ്കര പാടുന്ന കേട്ടിട്ടാണ് എന്നെ പ്രൊഫഷണൽ ട്രൂപ്പ് ആയിട്ടുള്ള പൂനമാവ് സാക്സ് ഓർക്കസ്ട്ര എന്ന് പറയുന്ന പ്രൊഫഷണൽ ട്രൂപ്പ് രാജൻ ആൻ്റണിയുടെ അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പിലേക്ക് എനിക്ക് എൻട്രി കിട്ടിയത് ഈ ശങ്കര പാടുന്നു. ആ പാട്ടൊക്കെ പഠിച്ചത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തെ തെലുങ്ക് ലിറിക്സാണ്. അന്ന് പാട്ട് പുസ്തകം കിട്ടും 475 ഗാനങ്ങളെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വെട്ടിക്കടയിൽ നിന്ന് മേടിച്ച്. അതിനകത്ത് എല്ലാം തെറ്റായിരിക്കും. അത് വെച്ചിട്ടാണ് നമ്മൾ പിന്നെ ഈ കേൾക്കുന്നത് വെച്ചാൽ അന്ന് വീട്ടിൽ ടൈപ്പ് റെക്കോർഡൊന്നും കേൾക്കാൻ എന്താണ് ഓപ്ഷൻ? റേഡിയോയിൽ വരണ പോലെ? റേഡിയോയിലല്ലടാ, സിനിമ കാണാൻ കൊണ്ട് തന്നെ എൻ്റെ അമ്മാവൻ സിനിമ ഒരു വട്ടമല്ല ഇപ്പൊ കാണും. ഒരു വട്ടമൊന്നുമല്ല, ആ പാട്ട് കേൾപ്പിക്കാൻ വേണ്ടി ആ പാവം എന്നെ ഒരു 5-8 പ്രാവശ്യം ആ സിനിമ കാണിച്ചിട്ടുണ്ട്. എന്നിട്ട് ആ പാട്ട് കഴിയുമ്പോൾ ഇറങ്ങി വരും. എന്നിട്ട് പിന്നെ ഞങ്ങൾ ഇതുപോലെ അമ്മാവന്മാരെന്നെ ഒരുപാട് ആ കാര്യത്തിന് വേണ്ടിയിട്ട് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അത് കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ വരണ വഴി ഒരു വീട്ടിൽ കളമശ്ശേരിയുടെ അപ്പുറമുള്ളൊരു വീട്ടിൽ കാസറ്റ് ടേപ്പ് റെക്കോർഡിൽ പാട്ട് വെച്ചേക്കുന്നു ശങ്കര. അങ്ങനെ ആ വീടിൻ്റെ വാതിൽക്ക് നിന്നിട്ട് കേട്ടിട്ട് എൻ്റെ അമ്മാവൻ കയറിയിട്ട് പറഞ്ഞു പാട്ടൊന്നും കൂടി വയ്ക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ അവർ എന്നിട്ട് ഞങ്ങളിങ്ങനെ എനിക്ക് മോനൊന്ന് കേൾക്കാൻ വേണ്ടിയിട്ടാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കേൾപ്പിച്ചു. അവർ റിവൈൻഡ് ചെയ്ത് അകത്തേക്കൊന്നും കയറിയില്ല, പുറത്തുനിന്ന് ഇങ്ങനെ പാട്ട് കേട്ട് അങ്ങനെയൊക്കെയാണ് പാട്ട് പഠിച്ചത്. എന്നിട്ട് അത് കയറി പാടിയ. അല്ല, ഞാനിത് കേട്ടപ്പോൾ എല്ലാം ചിന്തിച്ച് ഈ 1ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലും 5ാം ക്ലാസ്സിലൊക്കെ പാടിയ പാട്ടുകൾ ഓർത്തിരിക്കുന്നുണ്ടല്ലോ. അതൊക്കെ ഓർത്തിരിക്കുള്ളൂ, അല്ലാണ്ട് ഇപ്പോൾ എൻ്റെ സ്കൂളിൽ പഠിപ്പിച്ചതൊന്നും പഠിച്ചില്ലല്ലോ. ആ സമയത്ത് മറ്റേ ടൈപ്പ് റെക്കോർഡുള്ള വീടിൻ്റെ ഭാഗത്ത് പോയി. പിന്നെ ആ കാലത്തുള്ളത് ടേപ്പ് റെക്കോർഡുള്ള വീടെന്നൊക്കെ പറയുന്നത് കുറച്ച് ഭയങ്കര റിച്ച് ആയിട്ടുള്ള വീടുകളിലാണ് ടേപ്പ് റെക്കോർഡ്. പിന്നെ എൻ്റെ മ്യൂസിക്കിൻ്റെ ഒരു ഇതനുസരിച്ചിട്ട് എൻ്റെ ഫാദർ പാവം എനിക്കൊരു ടേപ്പ് റെക്കോർഡൊക്കെ വാങ്ങിച്ചു തന്നു, അത് പാട്ട് പഠിക്കാൻ വേണ്ടി. അന്ന് അതൊക്കെ ലക്ഷറിയാണ്. എൻ്റെ വീട്ടിൽ ടേപ്പ് റെക്കോർഡർ മേടിക്കുമ്പോൾ സുന്ദര കില്ലാടി എന്ന് പറഞ്ഞ പടം ഇറങ്ങിയിട്ട് അതിൻ്റെ കാസറ്റാണ് ആദ്യമായിട്ട് മേടിക്കണം, ഓഡിയോ കാസറ്റ്. അപ്പോഴാണ് ടേപ്പ് റെക്കോർഡർ വീട്ടിലാണ് ദിലീപേൻ്റെ പടം. അപ്പോൾ ഈ പാട്ടിൽ നിന്ന് മിമിക്രിയിലേക്ക് ഷിഫ്റ്റ് ആയതോ? പാട്ടിൽ നിന്ന് മിമിക്രിയിലേക്ക് ഷിഫ്റ്റ് ആയത് 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ഒരു ഗ്യാപ്പ് വന്നു. നമ്മുടെ SSLC ഒക്കെ എഴുതിയിരിക്കുന്ന സമയത്ത് ഞാൻ ഗാനമേള വേദിയിൽ ഇപ്പോൾ സാക്സ് ഓർക്കസ്ട്രയിൽ ഇപ്പോൾ സിംഗറാണ്. അപ്പോൾ ഈ ഗാനമേളയുടെ ഇടയ്ക്ക് മിമിക്രി കാണിക്കാൻ പറഞ്ഞാണ് രമേശ് കുറുമശ്ശേരി, ജോർജ്, പിന്നെ മരിച്ചു പോയിട്ട് സന്തോഷ് കുറുമശ്ശേരി ഉണ്ട്, ഇവർ 3 പേരും. അപ്പോൾ അങ്ങനെ സന്തോഷ് കുറുമശ്ശേരിക്ക് വേറെ ഏതോ ട്രൂപ്പിലേക്ക് ഹരിശ്രീയിൽ ഇത് കിട്ടി. അപ്പോൾ ബാക്കി ഇവർ 2 പേര് മാത്രമായി, ജോർജും രമേശും. അപ്പോൾ ഒരാൾ ഗ്യാപ്പ് ഉണ്ടല്ലോ. അപ്പോൾ ഇവർ മ്യൂസിക്കിൻ്റെ ഐറ്റംസൊക്കെ ചെയ്യുന്ന സമയത്ത് ജോർജ് ഇങ്ങനെ തബല വായകൊണ്ട് തബലയൊക്കെ വയ്ക്കുന്നത്. മ്യൂസിക്കിൻ്റെ ഐറ്റംസ് ചെയ്യുന്ന സമയത്ത് ഞാൻ കാഴ്ചക്കാരനാണ് റിഹേഴ്സലിൽ. അപ്പോൾ ഞാൻ അന്നത്തെ എൻ്റെ ഉള്ളിലെ സംവിധായകൻ ഇടപെടും, അതങ്ങനെയല്ല കേട്ടോ, അത് ശരിയല്ല, വായിക്കുന്നത് ആ മ്യൂസിക് അങ്ങനെയല്ല. അപ്പോൾ ഇവർ പിന്നെ എങ്ങനെയാണ് ഞാൻ പറഞ്ഞപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ അതിൻ്റെ ബീച്ച് ഇങ്ങനെയാണെന്നൊക്കെ പറയും. അങ്ങനെ അവസാനം ഇവർ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇത് കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ വായിക്കുമ്പോൾ ശരിയാവണമുണ്ട്. അപ്പോൾ രമേശ് ചോദിച്ചു, തനിക്ക് ഞങ്ങളുടെ കൂടെ വരാൻ പറ്റുമോ മിമിക്രിക്ക്? അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് മിമിക്രി എന്ന് പറയാൻ പറ്റില്ല. അല്ല, മിമിക്രിക്ക് വരികയാണെങ്കിൽ ഞങ്ങൾ പൈസ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എത്ര രൂപ വരും? ഗാനമേളയ്ക്ക് പോയാൽ എത്ര രൂപ കിട്ടും? ഞാൻ പറഞ്ഞു 30 രൂപ കിട്ടും. 30 രൂപ ഗാനമേളയ്ക്ക് പാടുന്ന. ആ, അപ്പോൾ പാടുന്നതിന് അല്ല മിമിക്രിക്ക് ഒന്നും ഞങ്ങൾ 50 രൂപ വെച്ച് തരാമെന്ന് പറഞ്ഞു. ഒന്നും നോക്കിയില്ല, ചാടി ഇറങ്ങി മിമിക്രി. അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫാദർ സുഖമില്ലാതെ എടുക്കായിരുന്നു.
ആ സമയത്ത് അദ്ദേഹത്തിന് ക്യാൻസർ ആണെന്ന് പറഞ്ഞിട്ട് ഒരു ഡോക്ടർ ചികിത്സിച്ചിട്ട് റേഡിയേഷൻ ചെയ്ത് കുറേ ഭാഗങ്ങൾ കരിച്ചു കളഞ്ഞു വയറിനകത്ത്. പക്ഷേ പിന്നീട് ഉള്ള ടെസ്റ്റിലാണ് ക്യാൻസർ അല്ലായിരുന്നു, അൾസറായിരുന്നു. പക്ഷേ റോങ് ട്രീറ്റ്മെൻറ്റിൽ അത് എൻ്റെ ഫാദർ മരിക്കുമ്പോൾ ഫാദറിന് 42 വയസ്സ്, എനിക്ക് 16 വയസ്സ്. അപ്പോൾ ആ സമയത്താണ്. അപ്പോൾ അങ്ങനെ നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ നമുക്ക് പൈസ എന്തെങ്കിലുമൊക്കെ കിട്ടണം. അപ്പോൾ അത് കാരണം മിമിക്രി, സ്റ്റേജ്, ഗാനമേള എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാത്തിലും പോകും. അപ്പോൾ ആ സമയത്ത് കുറേ ഉണ്ട്. അതിൽ നിന്നുള്ളൊരു വളർച്ച എൻ്റെ പേരിൽ ഒരു 100 രൂപ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര വാല്യൂ ഉള്ളതാണ്. 100 രൂപയും കൊണ്ടൊക്കെ ഒരു 200 രൂപ 300 രൂപ കൊണ്ട് നമ്മൾ ഒരു മാസം ജീവിക്കും ആ സമയത്ത്. അപ്പോൾ അതും കൊണ്ട് ഉള്ളൊരു ഗുണം കിട്ടിയതെന്ന് വെച്ചാൽ നമുക്ക് ഭയങ്കര വാല്യൂ, ഓരോ പൈസക്കും അതിൻ്റേതായ വാല്യൂ കൽപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഈ സിനിമ ഡയറക്റ്റ് ചെയ്യുമ്പോൾ പോലും നമ്മളുടെ സിനിമയ്ക്ക് വേണ്ടിയിട്ട് പൈസ മുടക്കുന്ന പ്രൊഡ്യൂസറുടെ ഭാഗത്ത് സിനിമയിൽ 10,000 രൂപ എന്ന് പറഞ്ഞാൽ ചെറിയ പൈസ അല്ലേ. പക്ഷെ നമ്മളെ സംബന്ധിച്ചിട്ട് ഈ 10,000 രൂപ ഭയങ്കര വാല്യൂ നമ്മൾ നമ്മുടെ ലൈഫിൽ ഉണ്ടായിരിക്കുന്നതിൻ്റെ പേരിൽ ആ 10,000 രൂപ കൊടുക്കുന്നതിന് മുമ്പ് ഞാൻ അത് ഒരു മിനിറ്റ് അത് എന്തിന് നമ്മൾ ഇടപെട്ടെന്ന് ചോദിച്ചിട്ട് അത് നമ്മളുടെ ഭാഗത്തുനിന്ന് എങ്ങനെയൊക്കെ കുറക്കാൻ പറ്റും, അദ്ദേഹത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ളൊരു ഇതുകൊണ്ടിരുന്നു. നമുക്കത് അല്ലെങ്കിൽ 1,00,000 രൂപ അത് കൊടുക്കുക സാറേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിടാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ ഗുണം നമ്മുടെ സിനിമകൾക്കുണ്ട്. കുറച്ച് സ്ട്രിക്റ്റായിട്ട് അതൊക്കെ ചെയ്യാൻ പറ്റും. ആക്സിഡൻ്റലി ഇപ്പം മിമിക്രിയിലേക്ക് എത്തിയതായിരുന്നു. അതെ ആക്സിഡൻ്റലി കാശിൻ്റെ കാര്യത്തിൽ മാത്രം വെച്ചിട്ട് വന്നു. എങ്ങനെയായിരുന്നു വിഷ്ണുവിൻ്റെ സ്റ്റേജ് പെർഫോമൻസ് ഒക്കെ തുടങ്ങിയത്? ഞാനും ഈ പറഞ്ഞ LKG ആദ്യമായിട്ട് സ്കൂളിൽ ഇത് ഓരോ ഇതുപോലെ ഓർമ്മയുണ്ടോ ഫസ്റ്റ് എന്താ ചെയ്തതെന്നൊക്കെ? എന്നെ LKG ടീച്ചറുടെ പേരൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ഡെയ്സി സിസ്റ്റർ, ആലീസ് എന്ന് പറയുന്ന ടീച്ചറൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ സ്കൂളിൽ മിമിക്രിക്ക് 5ാം ക്ലാസ് തുടങ്ങി പിന്നെ സ്റ്റാറാണ് ഞാൻ സ്കൂളിൽ. ഈ ഓരോ മത്സരങ്ങൾക്കൊക്കെ യുവജനോത്സവത്തിനൊക്കെ നമ്മളെ കൊണ്ടുപോകും. കഥ പറച്ചിൽ മത്സരത്തിന് കൊണ്ടുപോയിട്ടുണ്ട്. ജോസ് മാത്യു എന്ന് പറഞ്ഞ സാറാണ് എന്നെ കൊണ്ടുപോയത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ മത്സരത്തിന് 5 മിനിറ്റ് മുമ്പ് നമുക്ക് ഇത് തരുള്ളൂ, പ്ലോട്ട് തരുള്ളൂ. അത് വെച്ചൊരു കഥ ഉണ്ടാക്കി പറയണം. അപ്പോൾ എന്തോ ഒരു പ്ലോട്ട് തന്നു. ഞാൻ അപ്പം തന്നെ എന്ത് പറയുമെന്നൊക്കെ പറഞ്ഞ് ഞാൻ അങ്ങോട്ട് പോണ വഴിക്ക് മറ്റേ പോസ്റ്ററൊക്കെ കണ്ട ഇലവങ്കോട് ദേശം എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ടെന്ന്. അപ്പോൾ ഞാനപ്പോൾ കഥയിൽ അതൊക്കെ ആഡ് ചെയ്ത് ഇലവങ്കോട് ദേശത്താണ് ഈ കഥ നടക്കുന്നതൊക്കെ പറഞ്ഞു. അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ കഥ പറച്ചിൽ, ഞാൻ കൊച്ചാണ്, അപ്പോൾ എൻ്റെ കഥ പറച്ചിൽ കേട്ടിട്ട് ജഡ്ജസൊക്കെ നല്ല ചിരിയും. പിന്നെ എനിക്ക് സെക്കൻഡ് വിത്ത് A ഗ്രേഡ് കിട്ടി. യാതൊരു പ്രതീക്ഷയില്ലാണ്ട് പോയേക്കണേ. കഥ പറച്ചിൽ എന്താ പരിപാടി ഒന്നും അറിയാൻ പാടില്ല, എന്നാലും വെറുതെ പേര് കൊടുത്ത് അങ്ങോട്ട് പോയതാണ്. സമ്മാനം കിട്ടിയപ്പോൾ ഭയങ്കര സംഭവമായി. അല്ല, അന്ന് തുടങ്ങിയതാണ് ഈ കഥ ഉണ്ടാക്കൽ എന്ന് പറഞ്ഞത്. പക്ഷെ അവൾ എഴുതാനായിട്ടുള്ള പ്ലാൻ അതൊന്നും ഉണ്ടായില്ല. മിമിക്രി ചെയ്യുന്നു, മിമിക്രി മത്സരങ്ങളിൽ പങ്കെടുക്കുന്നു, സമ്മാനം കിട്ടുന്നു. അത് സ്റ്റേറ്റിലൊക്കെ എനിക്ക് പ്രൈസ് കിട്ടിയിട്ടുണ്ട്, +1 +2. അപ്പോൾ എൻ്റെ പത്രത്തിലൊക്കെ ആദ്യമായിട്ട് എൻ്റെ ഫോട്ടോ ഒക്കെ വരണേ സ്റ്റേറ്റ് വിന്നറായപ്പോൾ. അപ്പോൾ ഞങ്ങളുടെ കുടുംബത്തിൽ ആദ്യമായിട്ടാണ് ഒരാളുടെ ഫോട്ടോ പത്രത്തിൽ വരുന്നത്. അപ്പോൾ അവിടെ റിസൾട്ട് അനൗൺസ് ചെയ്യുന്നതിന് മുമ്പേ എനിക്ക് പോരേണ്ടി വന്നു. തിരൂർ വെച്ചിട്ടായിരുന്നു സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവൽ ഹയർ സെക്കൻഡറി. റിസൾട്ട് വരുന്നതിന് മുമ്പ് പോരേണ്ടി വന്ന കാരണം ഫോട്ടോ എടുത്തില്ല. അന്നൊക്കെ മറ്റേ കൺഫേം ആയ ആളുടെ ഫസ്റ്റിൻ്റെ മാത്രമേ ഫോട്ടോ എടുക്കുകയുള്ളൂ. അപ്പോൾ ഫോട്ടോഗ്രാഫേഴ്സൊക്കെ എൻ്റെ ഇത് കഴിഞ്ഞപ്പോൾ തന്നെ, എൻ്റെ കോമ്പറ്റീഷനിൽ എൻ്റെ ഇത് കഴിഞ്ഞപ്പോൾ തന്നെ അവർ പുറകിൽ വന്നിട്ട് എൻ്റെ പേരും ഇതൊക്കെ മേടിച്ച് സ്കൂളിൽ നിന്നൊക്കെ മേടിച്ച്. കാരണം അടിപൊളി ഭയങ്കര കയ്യടിയും പരിപാടിയൊക്കെ ഇരുന്നു. അപ്പോൾ ആൾ പ്രതീക്ഷയുണ്ട് എനിക്ക് കിട്ടും. പക്ഷെ എന്നാലും ഫോട്ടോ എടുക്കില്ല. ഇന്നത്തെ പോലെ ഡിജിറ്റൽ അല്ല അന്നത്തെ ഫോട്ടോ, ഫിലിം. അപ്പോൾ 2003 അപ്പോൾ ഡീറ്റെയിൽസൊക്കെ എഴുതി മേടിച്ചു. ഫോട്ടോ റിസൾട്ട് വന്നു കഴിയുമ്പോൾ എടുക്കാട്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ശരി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ എൻ്റെ സ്കൂളിൽ നിന്ന് എന്നെ പറഞ്ഞു വിട്ടാണ്. എൻ്റെ സ്കൂളിലെ എൻ്റെ ഹിന്ദി ടീച്ചറുണ്ട്, സബിത ടീച്ചറുടെ ഹസ്ബൻഡ് വേറെ സ്കൂളിലെ മാഷാണ്. അപ്പോൾ ആ സ്കൂളിൽ, മാഷിൻ്റെ സ്കൂളിൽ പിള്ളേരെ കോൽക്കളിക്കാൻ എന്തോ കൊണ്ടുപോകുന്നുണ്ട്. ആ കൂട്ടത്തിലാണ് എന്നെയും കൂടി കൊണ്ടുപോകുമെന്ന് പറഞ്ഞ് കയറ്റി വിട്ടേക്കണം. എൻ്റെ സ്കൂളിൽ നിന്ന് വേറെ ആരും വന്നിട്ടില്ല. അപ്പോൾ പുള്ളിയുടെ ഐറ്റം ഉച്ചക്കം കണ്ട് കഴിഞ്ഞേക്കാം കോൽക്കളി. അപ്പോൾ അവരെനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ ട്രെയിൻ വേറെ ലേറ്റ് ആവും, പോകണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ ശരി പോവാം. റിസൾട്ട് അറിയാതെ തന്നെ നമ്മൾ പോവാണ്. എന്നിട്ട് തിരൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയപ്പോൾ ട്രെയിൻ ഏതാണ്ട് ഒരു 2:30 ഉള്ളൂ വെളുപ്പിന്. അപ്പോൾ ഞങ്ങൾ 9 മണി തുടങ്ങി അവിടെ ഇരിക്കുക.
അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും റെയിൽവേ സ്റ്റേഷനിൽ മിമിക്രിയിൽ പങ്കെടുത്ത വേറൊരു പയ്യൻ, ഒരു ജുബയൊക്കെ ഇട്ട് നല്ല ഹൈറ്റും വെയിറ്റുള്ളൊരു പയ്യനുണ്ടായിരുന്നു. ആ പയ്യൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നാണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇവന് മിമിക്രിയിലുണ്ടായിരുന്നു. ഞാൻ ഓടിച്ചത് ചോദിച്ചു, ഞാൻ ചോദിച്ചു ഈ മിമിക്രിയുടെ റിസൾട്ട് വന്നില്ലേ, ആർക്കായിരുന്നു? അത് 21-നായിരുന്നു ഫസ്റ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ 21-നോ? എൻ്റെ നമ്പർ ജസ്റ്റ് നമ്പർ 21-ആയിരുന്നു. അപ്പം അവൻ താനായിരുന്നല്ലേ 21? ഞാൻ പറഞ്ഞു തനിക്കാണ് ഫസ്റ്റ് എന്ന് പറഞ്ഞു. അയ്യോ, എനിക്ക് ഭയങ്കര പ്രൗഡ് മൊമെൻ്റ് ആയിരുന്നു. അപ്പം ഫോട്ടോ എടുത്തില്ലല്ലോ, അതാണ് ഞാൻ പറഞ്ഞു തുടങ്ങിയത്. പിന്നെ പിറ്റേ ദിവസം ഇവിടെ എത്തിക്കഴിഞ്ഞിട്ട് പത്രത്തിൽ നോക്കുമ്പോൾ ഞാൻ വെളുപ്പിന് തന്നെ അറിഞ്ഞിട്ടോ, ട്രെയിനിൽ മറ്റേ പത്രം വന്നപ്പോൾ അതിൽ പേരുണ്ട്, ഫോട്ടോ ഇല്ല, പേരും എൻ്റെ സ്കൂളിൻ്റെ പേരും ഒക്കെ ഉണ്ട്. ഞാൻ നേരെ രാവിലെ എണീറ്റപടി അപ്പം എന്നോട് ആരാണ്ടൊക്കെ പറഞ്ഞ് നീ തന്നെ പത്ര ഓഫീസിലൊക്കെ പോയിട്ട് ഇത് കൊടുക്കുമെന്ന് പറഞ്ഞു. ഞാൻ സ്കൂളിൽ ചെന്നപ്പോൾ എന്നോട് സ്കൂളിലെ സ്റ്റാഫ് അവരും എന്നോട് പറഞ്ഞു, സലാഹുദ്ദീൻ എന്ന് പറഞ്ഞൊരു കേക്കുണ്ട് അവിടുത്തെ ക്ലർക്കാണ്, പുള്ളിയൊക്കെ പറഞ്ഞിട്ട് ഞാൻ എന്നിട്ട് പോയിട്ട് പാസ്പോർട്ട് സൈസ് ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് മനോരമ, മാതൃഭൂമി, മാധ്യമം എല്ലായിടത്തും കയറി ഇറങ്ങി. ഞാനപ്പോൾ ഇന്നലെ ഇത് വന്നായിരുന്നു, ഇന്നലെ ആയിരുന്നു മത്സരം, എൻ്റെ ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല, ഞാൻ തന്നെയാണ് ആളെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എൻ്റെ സ്കൂളിൻ്റെ ID ഒക്കെ കൊണ്ട് കാണിച്ചിട്ടാണ് ഫോട്ടോ കൊടുക്കണം. അപ്പോൾ മാതൃഭൂമി എന്ന് പറഞ്ഞാൽ എൻ്റെ വീടിൻ്റെ അടുത്താണ്. അവിടെ ഞാൻ സൈക്കിളിന് ഞാനും കൂട്ടുകാരനും കൂടി ചെന്ന് അതിൻ്റെ അകത്തൊക്കെ കയറി. അപ്പോൾ അവർ ആദ്യം മൈൻഡ് ചെയ്യില്ലോ, ഏതോ 2 ചെക്കന്മാർ വന്നേക്കുന്നു ഫോട്ടോ കൊടുക്കാനായിട്ട്. ഞാൻ ഇന്ന കാര്യമൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും അവർ ശരിയാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് പേരും എൻ്റെ ID കാർഡിൻ്റെ സ്കൂളിലെ ഇതുണ്ടല്ലോ അത് കാണിച്ച്, ഇത് തന്നെ മനോരമയിലും കൊണ്ടു കൊടുത്തു, മാധ്യമത്തിൽ എല്ലായിടത്തും കൊടുത്തു. പിറ്റേ ദിവസത്തെ പത്രത്തിലാണ് വിത്ത് ഫോട്ടോ ഒന്നും കൂടി വന്നു. ഭയങ്കര പീക്ക് ഹാപ്പിനെസ് മൊമെന്റ് ഒക്കെ അല്ലേ. ഇത്ര ഇങ്ങനെ ഒരു ഫോട്ടോ വരാനൊക്കെ ആഗ്രഹിച്ചിട്ട് ഇപ്പോൾ ഒരു സിനിമ ഇറങ്ങുമ്പോൾ ഈ വലിയ ഫ്ലെക്സ് ഒക്കെ ഇങ്ങനെ അടിച്ചു വെക്കുന്നേ കാണാം, അതിൽ ഫോട്ടോ ഇപ്പം പേര് വരുന്നു, അതൊക്കെ കാണുമ്പോൾ എങ്ങനെ ഇപ്പം തോന്നുന്നത്? അല്ല അത് ഓരോ എന്താ പറയുക, പുറയിലോട്ട് ഓർക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇത് ആദ്യത്തെ മൊമെൻ്റാണ്. അത് ഓർക്കുമ്പോൾ ഇപ്പോഴും എനിക്ക് അത്രയും ഫോട്ടോഗ്രാഫിക് മെമ്മറി ഉണ്ട് ഇതില്ല, ഓരോ ഷോട്ടും. ഇപ്പം ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ വലിയ ഹോർഡിങ് കണ്ടു മുകളിൽ മാജിക് മഷ്റൂമിൻ്റെ, അപ്പോൾ അതിലിങ്ങനെ ഞാൻ നിൽപ്പുണ്ട് സെൻറ്ററിൽ. പ്രൗഡ് മൊമെന്റ്. അല്ല, ഞാൻ ഇവൻ പറഞ്ഞപ്പോൾ ആലോചിക്കുകയാണ്, കാസറ്റിൽ ഫോട്ടോ വരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നടന്നൊരു കാലമുണ്ടല്ലോ. അന്ന് ആ ഒരു ഫോട്ടോ ഇടാനൊന്നും എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലോ. പിന്നെ അവസാനം പാരഡി കാസറ്റുകൾ ഇറക്കി പോപ്പുലറായി. എന്നിട്ട് അപ്പം നമ്മൾ എഴുതിയപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് വേറെ ആൾക്കാർ എഴുതിയ പാരഡി കാസറ്റിൽ നദീർ ഷാ എന്ന് പറഞ്ഞിട്ട് ഒരാളുടെ പേര്, എൻ്റെ രൂപസാദൃശ്യമുള്ള വേറൊരാളുടെ ഫോട്ടോ പ്രൊഫൈൽ പോലെ ഇട്ടിട്ട് അവതരിപ്പിക്കുന്ന ഗാനങ്ങൾ. ഞാൻ അതിനെ എഗൻസ്റ്റായിട്ട് പോയി കംപ്ലയിൻറ്റ് ചെയ്യുന്നു. അങ്ങനെ അവസാനം ഇതൊരു ശല്യമായി. പിന്നെ ഫോട്ടോ ഇട്ടിട്ട് ചെറുതായിട്ട് വലിയ ഫോട്ടോ ഇടും, ഞാൻ ഇതിലില്ല എങ്കിലും ഇതൊന്ന് കേൾക്കൂ എന്ന് പറഞ്ഞിട്ട് അത് അങ്ങനെ അവസാനം നമുക്കിതൊരു നമ്മളുടെ കാസറ്റാണോ ഇത് അതിന് കാരണം ഇതാണ്. നമ്മുടെ കളിയാട്ടം എന്ന് പറഞ്ഞ സിനിമ ആ സമയത്ത് വന്നിട്ടുണ്ടായി. കളിയാട്ടം സിനിമയിലാണ് ഇങ്ങനെ കുറേ സ്റ്റാർസിൻ്റെ ഫോട്ടോ വെച്ചിട്ട് ഞങ്ങൾ ഇതിലില്ല എങ്കിലും ഇതൊന്ന് കാണും എന്നും പറഞ്ഞിട്ട്, അതുപോലെ ഓഡിയോ കാസറ്റിൽ എൻ്റെ വലിയ തലയിട്ടിട്ട് അതിനകത്ത് ഞാൻ ഇതിലില്ല അത് കുഞ്ഞായിട്ട് എഴുതും, ഇത് എന്നാലും ഇതൊന്ന് കേൾക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അവസാനം ഗസറ്റിൽ പബ്ലിഷ് ചെയ്ത് എൻ്റെ പേരോ ഫോട്ടോയോ അനധികൃതമായിട്ട് ഉപയോഗിച്ചാൽ കേസ് കൊടുക്കുന്നു പറഞ്ഞിട്ട് ഗസറ്റിൽ പബ്ലിഷ് ചെയ്യേണ്ട ഒരു അവസ്ഥ ദൈവം കൊണ്ട്. കാരണം ഒരു ഫോട്ടോ വരാൻ ആഗ്രഹിച്ചെടുത്ത് ഇനി നിങ്ങൾ എൻ്റെ അനുവാദമില്ലാതെ ഫോട്ടോ ഇടരുത് അത് തന്നാണ്. പിന്നെ ഞാൻ പറയട്ടെ, ഒരു സ്റ്റേജിൽ നിന്ന് ദാസേട്ടൻ്റെ ഒരു പ്രോഗ്രാമിന് വന്നപ്പോൾ എല്ലാ സിംഗേഴ്സും പാടുന്നുണ്ട്. അപ്പോൾ അതിന് എറണാകുളം ജില്ലാ കളക്ടർ ആയിരുന്ന മുഹമ്മദ് അനീഷ് സാർ അന്ന് അദ്ദേഹം സംഘടിപ്പിച്ചൊരു പരിപാടി ദാസേട്ടൻ 50-ാം വർഷം. അന്നിവിടെ എറണാകുളത്തൊരു പ്രോഗ്രാം നടക്കുമ്പോൾ എല്ലാ സിംഗേഴ്സും ഉണ്ട്. അന്ന് എല്ലാവരും കൂടെ സാർ പറഞ്ഞ എൻ്റെ അടുത്തുണ്ട്. അന്ന് ദാസേട്ടനെ കുറിച്ചിട്ട് ഞാൻ ഒരു പാട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു, ഗായകരിൽ രാജനായ യേശുദാസിൻ ശബ്ദം ദൈവത്തിൻ വരദാനമാണ് ശബ്ദം എന്ന് പറഞ്ഞ ദാസേട്ടൻ്റെ ഹിസ്റ്ററി വെച്ചിട്ടൊരു. അപ്പോൾ അത് പാരഡി എന്ന് പറഞ്ഞാൽ കോമഡി അല്ല, അദ്ദേഹത്തിൻ്റെ ലൈഫിനെ വെച്ചിട്ടുള്ളൊരു സാധനം. അത് ഈ അനീഷ് സാറിന് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ് ദാസേട്ടൻ്റെ 50-ാം വർഷത്തിന് ആപ്റ്റായിട്ടുള്ള സോങ്ങാണ്, അത് പാടണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എനിക്ക് കണ്ണൂരുണ്ടായിരുന്ന ഗാനമേളയിൽ അത് ഞാൻ പോസ്റ്റ്പോൺ ചെയ്യിച്ചിട്ട് ഇവിടെ നിന്ന് സ്റ്റേജിൻ്റെ ബാക്കിൽ ചെന്നപ്പോൾ അന്ന് അത് പ്രോഗ്രാം കണ്ടക്ട് ചെയ്ത് ഇവിടുത്തെ മലയാളത്തിലൊരു മ്യൂസിക് ഡയറക്ടർ, അദ്ദേഹം അത് കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അയാൾ പറഞ്ഞ് കണ്ട മ്യൂസിക്കർക്ക് പാടാൻ പറ്റിയ വേദിയല്ലേ ഇത്,
ഇത് പാട്ടുകാർക്ക് വേണ്ടിയിട്ട് ഞാൻ വെച്ചേക്കുന്നതാണ്, അല്ലാണ്ട് വഴി കൂടി പോകണം മിമിക്രിക്കാരെ കയറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ. അങ്ങനെ അനീഷ് സാറിൻ്റെ അടുത്ത് നിന്ന് അനീഷ് സാറ് പുള്ളിയുടെ അടുത്ത് പോയി സംസാരിച്ചിട്ട് പുള്ളി പറഞ്ഞ് പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് കുഴപ്പമില്ല സാർ, ഞാൻ പോട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ഭയങ്കര പെയിൻ അനുഭവിച്ചിട്ട് തന്നെയാണ് അവിടുന്ന് പോകുന്നത്. കാരണം പുള്ളി എന്നെ ഇറക്കി വിട്ടിട്ട് സ്റ്റേജിൽ പാടാൻ സമ്മതിച്ചില്ല. അദ്ദേഹം പറഞ്ഞ ഈ വാക്ക് തന്നെ ഉപയോഗിച്ചത്, കണ്ണി കണ്ട മിമിക്രിക്കാർക്ക് പാടാൻ പറ്റിയ സ്റ്റേജല്ല എന്ന് പറഞ്ഞു. ശരിയായിരിക്കാം. അപ്പോൾ ഞാൻ പോകുന്നു. അതിനുശേഷം ദാസേട്ടൻ വെച്ചിട്ട് ഞാൻ സിനിമയിൽ മ്യൂസിക് ചെയ്തില്ലേ, ദാസേട്ടൻ്റെ പാട്ടുകൾ പാടിയില്ലേ, ഞാൻ സിനിമയിൽ മ്യൂസിക് ഡയറക്ടറായി. ദൈവം അനുഗ്രഹിച്ചിട്ട് ചെയ്ത പാട്ടുകളൊക്കെ ഹിറ്റാകാൻ ആയിട്ടുള്ള ഭാഗ്യം. അമരക്ക് ബ്രഹ്മന് കട്ടപ്പിനടുത്ത് ഇത് ഒരാളെ നമ്മളെ ഇൻസൾട്ട് ചെയ്ത് വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചോദിക്കാനും പറയാനും വേറൊരാളുണ്ട് കാണാൻ. അത് തന്നെ കാര്യം. മറ്റേ ഡയലോഗ് പോലെ ഇൻസൾട്ടാണ് ലൈഫിലെ. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അടിച്ച് വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉയരങ്ങളിലേക്ക് കയറി വരാൻ സാധ്യതയുണ്ട്. എത്രത്തോളം നമ്മൾ ഓരോരുത്തരെ ദ്രോഹിക്കാൻ പാടില്ല. കാരണം അവരൊക്കെയാണ് വേറൊരാൾ വേദനിപ്പിക്കരുതെന്ന് നമ്മളെ പഠിപ്പിച്ചു തന്ന ആൾക്കാർ. അപ്പോൾ എന്തായാലും ഒരുപാട് ഉയരങ്ങളിലേക്ക് തന്നെ എത്തുകയാണ് മാജിക് മഷ്റൂം. ഇപ്പോൾ തിയേറ്ററിലുണ്ട്, തിയേറ്ററിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ബൗൺസ് ചെയ്ത് ഒരുപാട് വലിയ വലിയ റിസൾട്ട് തന്നെ കിട്ടട്ടെ എന്ന് തന്നെ ആശംസിക്കുകയാണ്. എന്തായിരിക്കും പ്രേക്ഷകരോട് ഇപ്പോൾ പറയാനുള്ളത്? ഇത് വലിയ വലിയ സിനിമകളോട് ഒപ്പം മത്സരിക്കാൻ വേണ്ടി വന്ന സിനിമയല്ല, ഞങ്ങളുടെ ഒരു ആഗ്രഹത്തിൻ്റെ പേരിൽ ഞങ്ങളുടെ പ്രതീക്ഷയോടുകൂടി ഞങ്ങൾ ഇറക്കിയിരിക്കുന്നൊരു സിനിമയാണ്. ഇത് പ്രേക്ഷകർക്കും എല്ലാ സിനിമകളും വിജയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നവരാണ് നമ്മളെല്ലാവരും. കാരണം എല്ലാവരും സിനിമകളുടെ പണിയെടുക്കുന്നവരാണ്. എല്ലാ സിനിമകളും നല്ല സിനിമകളാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നത്. ഒപ്പം തന്നെ ഞങ്ങളുടെ സിനിമയ്ക്ക് നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും വേണം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങൾ വന്ന് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെ സന്തോഷിപ്പിക്കാൻ പറ്റുന്നൊരു സിനിമ തന്നെയാണെന്നുള്ളതാണ് വിശ്വാസം. ബാക്കി അവരാണ് തീരുമാനിക്കുന്നത്. ഫാമിലി എൻ്റർടൈനറാണ്, ഫാമിലി ആയിട്ട് പോരെ. അപ്പോൾ എല്ലാവരും ഫാമിലി ആയിട്ട് തന്നെ പോയി കാണുക. സിനിമ ഇപ്പം തിയേറ്റേഴ്സിലുണ്ട്. അപ്പോൾ എന്തായാലും സിനിമയ്ക്കും ഭാവി ഇനി വരുന്ന വർക്ക്സിനും എല്ലാം എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്. താങ്ക് യു.